അലർജി ഒരു തുടക്കം മാത്രമാണ്. ഒരു പക്ഷേ ആസ്തമയെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇന്ന് ഇന്ത്യയിൽ 40 കോടിയോളം ജനങ്ങൾ അലർജി രോഗികളാണ്. അതിൽ 10 കോടിയോളം ജനങ്ങൾ ഒരു 30 to 40 വയസ്സോടുകൂടി പതുക്കെ ആസ്തമയിലേക്ക് നടന്നു കയറുന്നവരാണ്. കാരണം എന്താന്ന് വെച്ചാൽ തുടക്കത്തിൽ കാണുന്ന മൂക്കടപ്പും കണ്ണിയൊറിച്ചിലും ചെവിയൊറിച്ചിലും തൊണ്ട ചൊറിച്ചിലും തുമ്മലും ജലദോഷവും ചിലർക്കുണ്ടാകും തൊലിപ്പുറമെയുള്ള ചൊറിച്ചിലും ഇതെല്ലാം അലർജിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് ചികിത്സിച്ചിട്ടില്ലെങ്കിൽ തുടർച്ചയായിട്ട് അലർജി ഉള്ള രോഗികളിൽ ശ്വാസകോശത്തിലേക്ക് നീർക്കെട്ട് വീഴുകയും അത് ആസ്തമയിലേക്ക് വഴിവെക്കുകയും ചെയ്യും. ഈ ആസ്മ ആവട്ടെ തുടർച്ചയായിട്ട് രാത്രി കാലങ്ങളിലുള്ള ചുമ, ജസ്റ്റ് ഒന്ന് ബെഡിൽ കിടക്കുമ്പോൾ തന്നെ ചുമ വരും. പിന്നെ ചെറിയതായിട്ടൊന്ന് എക്സർഷൻ ചെയ്യുമ്പോൾ, ഒന്ന് നടക്കുമ്പോൾ, ഒന്ന് സ്റ്റെപ്പ് കയറുമ്പോൾ, ഒന്ന് കളിക്കുമ്പോഴൊക്കെ നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ. ഇതെല്ലാം ശ്വാസം മുട്ടലിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഒരിക്കലും അലർജിനെ അവഗണിക്കരുത്. അലർജി ഒരു തുടക്കം മാത്രമാണ്. ഒരു പക്ഷേ ആസ്തമയെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. താങ്ക് യു.